ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ ടെറസിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിപ്പോൾ എടുക്കാൻ വന്നതാണ്. നല്ല മഴക്കാറ് വരുന്നുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല മഴക്കാറാണ്. ഇപ്പോൾ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം അപ്പുറത്തേക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കസാൽമേൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതേമാതിരി ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ പോവാണ് എടുക്കാൻ. ഞാൻ പുതിയ വാങ്ങിയ തത്തയാണ്. എൻ്റെ പീക്ക് പറന്നു പോയി ഗൈസ്. കരച്ചിലും ബീച്ചിലും ഒക്കെ അതിന് കസിൻസുകളുടെ ഇടയിൽ. അപ്പം അത് അതിന് പോകണ്ടേ. അപ്പോൾ ഞാനതൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താ മാനം കാണുന്നതെന്ന് വിചാരിച്ചാൽ ഞാനിങ്ങനെ തുണി എടുക്കുമ്പോൾ എനിക്ക് ഫോൺ കറക്റ്റായിട്ട് പിടിക്കാനില്ല. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചില ടൈമിൽ ഞാനിങ്ങനെ നാവ് ഇങ്ങനെ പുറത്തേക്കിട്ട് കളിക്കുന്നുണ്ട്. അതെന്താ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ പിടിക്കുമ്പോൾ തലവേദന അവിടെ കൈസ്. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ചെറിയ അയൽമലത്ത് എടുക്കാൻ തുടങ്ങി കേട്ടോ, വലിയ അയൽ കഴിഞ്ഞപ്പം. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാൻ. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എൻ്റെ ഷോർട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എടുക്കാണ്ട് എൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ കുഞ്ഞയൽമയിലാണ് ഇതൊക്കെ. പിന്നെ ഞാനിങ്ങനെ ഓരോ ഡേറ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല ഗൈസ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എൻ്റെ ഗൈസ് ഒരു വല്ലാത്തൊരു പരിപാടി പോയി. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് മഴയൊന്നും നനയില്ല. ഇപ്പോഴും മഴ പെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണ്ട. അപ്പോൾ നേരെ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, കുളിക്കുന്നതിന് മുന്നേ ഞാനൊരു ഹെയർ റൊട്ടീനും എൻ്റെ റൊട്ടീൻസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഹെയർ റൊട്ടീൻസൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ MS-ൻ്റെ തന്നെ ഹെയർ കെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സുഖമാണ്. എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് തയ്ച്ച് വളർന്നിരിക്കണം. അപ്പോൾ നല്ലൊരു ഓയിലി ഇതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റും. എൻ്റെ മുടി വിശ്വസിച്ച് ഞാൻ തേച്ചുകൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ട് എല്ലാവരും ഹൈലൈറ്റ് പോവാണ്. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇതൊന്നും എന്തായാലും വാങ്ങേണ്ടതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വാങ്ങണം. ഇതെവിടെ നമ്മളെ കാലിക്കറ്റ് നെസ്റ്റോയിൽ അവൈലബിൾ ആണിത്. അപ്പം എല്ലാവരും കാലിക്കറ്റ് ഹൈലൈറ്റിൽ പോകുമ്പം എല്ലാവരും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഇത് വാങ്ങിയും വേണം. അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത്. 800 9000 ആ ഒരു റേറ്റിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി നോക്കുക. അപ്പം ചിലവർക്കൊക്കെ ഇഷ്ടമാവും. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം. ഹെയർ കെയർ ഓയിൽ അതിൻ്റെ മുകളിലുണ്ട്. എൻ്റെ ചെറിയ മുടികൾ വരെ തയ്ച്ച് വളരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉൾഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് വളരാത്ത മുടികളൊക്കെ ഉണ്ട്, വളരുന്നോളും ഗൈസ്. അത്രയും നല്ലൊരു മിനിമലായിട്ടുള്ള നമുക്കൊരു ഹെയർ ഗ്രോത്തിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതിന് അടുത്താൽ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം MS-ൻ്റെ തന്നെ സ്കിൻ കെയർ ഓയിലാണ്. എൻ്റെ ബേബി ബാക്കിൽ കിടക്കുന്നുണ്ട്. അവൾ പാവം ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ അത് ഒരു ഡ്രോപ്പറ്റ മതി. അത് തന്നെ ധാരാളമായിരിക്കും നമ്മളെ ഫേസിലേക്ക് എന്നല്ല, കൈയിലേക്കും കാലിലേക്കും ഒക്കെ അതന്നെ മതിയാവും. ഒരു ഡ്രോപ്പിൽ തന്നെ നമുക്കത് നന്നായിട്ട് റിസൾട്ട് കിട്ടും. നമ്മളതൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഗ്ലോ കണ്ടില്ല, എൻ്റെ ഫേസിൽ അത് തേച്ചിട്ടാണ് എൻ്റെ ഗ്ലോ വരുന്നത്. ഇങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഗ്ലോ അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഫിൽറ്റർ ഞാൻ ചിലതിനെ യൂസ് ചെയ്യുള്ളൂ. അത്രയും ഞാൻ മേക്കപ്പ് ഇട്ടില്ലേ. ചിലതിന് ഫിൽറ്റർ യൂസ് ചെയ്യും, ചിലതിന് യൂസ് ചെയ്യില്ല. ഞാൻ കൂടുതലും ഫിൽറ്റർ ഇടാതെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചെങ്കിലും ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സുഖമാണ് കേട്ടോ. നമുക്കൊരു മസാജിങ്ങിന് കിട്ടുന്നത് തന്നെ നമ്മളെ കൈ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്താ സുഖം നിങ്ങൾക്കറിയോ? നിങ്ങളെല്ലാവരും ഇത് എന്തായാലും വാങ്ങി ഒന്ന് നോക്കണം. അപ്പം ഇതെല്ലാവരും ഒന്ന് വാങ്ങി എല്ലാവരും ഒന്ന് നോക്കണം.
നമ്മൾ വെറുതെ പറയില്ല, ഞാൻ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുമ്പോൾ അത്രയും ഒരു നല്ല ഞാൻ എന്താ പറയുക നല്ലൊരു എൻ്റെ ഫേസ് നല്ലൊരു ഗ്ലോയി ആവുന്ന അതിനുകൊണ്ടാണ്. അപ്പം ഞാൻ കണ്ണിൻ്റെ താഴേക്ക് കറുപ്പുള്ളവർക്കൊക്കെ അത് മാറ്റാൻ പറ്റും. അപ്പം ഇനി നേരെ പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോയിട്ട് മാർക്കറ്റിൽ പോകണം. അപ്പം നമുക്ക് കുളിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിയിൽ കൺമഷി എഴുതിയതൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുളിച്ചിട്ട് ഇങ്ങനെ തലയിൽ കെട്ടൊക്കെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ജസ്റ്റ് മേക്കപ്പ് ഒന്ന് ചെയ്യാം. അപ്പം ഒരു സ്ഥലത്ത് വെക്കുകയാണ് മൊബൈല്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് മേക്കപ്പ് ചെയ്യാം. അതിന് മുന്നേ ഫേസൊക്കെ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഡബ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സൈഡിൽ നമ്മുടെ മിറർ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും അപ്പം എല്ലാവരും ചോദിക്കും ചിലപ്പം കർട്ടൻസ് എവിടെ പോയി. കേർട്ടൻസ് ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് വേണ്ടി വന്നിട്ട് ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ ഇപ്പം വേറെ കേർട്ടൻസ് ഇടും. അപ്പോൾ ഞാൻ കണ്ണ് എഴുതാൻ പോവുകയാണ്. കോഞ്ചൽ സ്റ്റിക്കിനോണ്ടാണ് കേട്ടോ കണ്ണ് എഴുതുന്നത്. കോംസ്ലി ഇങ്ങനെന്തോ പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ മോമൻ്റെതാണ് ഗൈസ്. എന്നെ കണ്ടാൽ ചീത്ത പറയും. അതിന് മുന്നേ ഇല്ല, ചീത്തയൊന്നും പറയുന്നില്ല, പാവാണ് ഉമ്മ. പക്ഷേ ഞാൻ വേഗം എഴുതി. എനിക്ക് മാർക്കറ്റ് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം എഴുതട്ടെ. പിന്നെ ജസ്റ്റ് നമ്മളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. അതുതന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ആക്കൽ. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും മാത്രമേ ഞാൻ വരയ്ക്കാറുള്ളൂ. വേറെ ഒന്നും ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യില്ല. അപ്പം തന്നെ എൻ്റെ ഗ്ലോ ഉണ്ട് ഫേസിലത്തെ. അതാണ് എൻ്റെ ഒരു ഗ്ലോയിങ് മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇനി ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ.